വന്നു ഫുൾ ടൈം ബോധമില്ലേ ഇപ്പോ? ഷാജിയേട്ടാ, നാളെ എന്തായാലും ക്ലീറ്റസിനെ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. വേണ്ടിവരും കേട്ടോ. സ്ഥലമെത്തി. നിങ്ങൾ വണ്ടി കൊണ്ട് നോക്കോ, നാളെ കൊണ്ടുവന്നാ മതി. അതെ, വിദ്യാബല വണ്ടി കയറിയില്ലേ? എന്നാണത്? ഇല്ലേ പള്ളി പെരുന്നാൾ വീട്ടിലേക്ക് പറ്റിയോ? ഇതവനല്ലേ? പാപ്പന്റെ വീട്ടില് ദീപാവലിയാണല്ലോ. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലടാ. ഇന്ന് നിന്നെയൊക്കെ വെട്ടിയരിഞ്ഞ് ഞാൻ എന്റെ വാഴയ്ക്ക് വളവിടും. പൊട്ടിക്ക് പാപ്പ. ഇങ്ങോട്ട് കേറി വാടാ. വരുവാടാ. അടിയോടെ പോയേക്കട എല്ലാവർക്കും കൂടെ. തോട്ട പൊട്ടിച്ചത്ത പാപ്പന് വെറും ആനമയിൽ ഒട്ടകവാടാ. ഇതെന്താടാ കൊടിമരം? അറിയില്ല. എന്നത് തെങ്ങ് നടന്നു വരുന്നു. ലാസർ, ചെകുത്താൻ ലാസർ. ഈ തോട്ട പൊട്ടിയ ലാസറിനും ഒരേ ആനമയിലൊട്ടകവ. ലാസർ, ചെകുത്താൻ ലാസർ. ഈ തോട്ട പൊട്ടിയ ലാസറിനും ഒരേ ആനമയിലൊട്ടകവ. തോട്ടല്ലോ ചേട്ടായി ബോംബ് പൊട്ടി ചത്തായിരുന്നായിരുന്നല്ലോ കരക്കമ്പി. അവനൊന്നും പറയാൻ പാടില്ല. ഇവിടെ ബോംബ് പൊട്ടിയിട്ട് ഞാൻ ചത്തില്ല. പിന്നെയാ അവന്റെ ഒരു പൂത്തിരി. ഇടപെടാതിരുന്നാലോ? കൊടി കുത്തിയപ്പം അഡ്രസ്സും കൂടി എഴുതി വെച്ചത് ഏതായാലും നന്നായി. കൃത്യമായിട്ട് എത്താൻ പറ്റും. നീ എന്റെ കെട്ടിടം നശിപ്പിച്ചതും നാട്ടുകാര് കയറി കുറെ മുതല് വാരിയതും പിന്നെ കുറെ ചരക്ക് കത്തിയതും എല്ലാം കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ട്. 27 ലക്ഷം രൂപ. 2 ദിവസത്തിനകം എനിക്ക് ഈ കാശ് തീർത്ത് കിട്ടണം. അതും നീ കാശുമായി അങ്ങോട്ട് വരണം. ഈ സാബ് ഒരു 3-ാം കട ഡാൻസ് പാർട്ടി നടത്തിപ്പാരെന്ന് വിചാരിച്ചോളെ പോർക്കെ. നിങ്ങളൊക്കെ അപ്പോൾ വന്നായിരുന്നടാ. അടുക്കളയിൽ ചായ ഇരിപ്പുണ്ട്. എടി എല്ലാവർക്കും ചായ എടുത്ത് കൊടുറി. ഷാജിയേട്ടാ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ല. അവന്മാര് ചവിട്ടിക്കെട്ടി ബോധം കിടത്തി ഇപ്പൊ ആശുപത്രിയില്ല. ആശുപത്രിയിലോ? കണ്ട ഓറഞ്ചക്ക പാപ്പ ബാസ്റ്റിനെ മൂങ്ങേനെ കൂടെ സ്വർണ്ണക്കപ്പ് അവന്മാര് കൊണ്ടുപോയി. കൊണ്ടുപോയോ കപ്പും? ഭർത്താവ് എടാ എന്റെ പിള്ളേർ അവരെന്തെങ്കിലും ചെയ്യുവാടാ പോയി.
സാധാരണ ഇതുപോലത്തെ എന്തെങ്കിലും വരുമ്പോ അവർ ഓടുകയാണല്ലോ പതിവ്. അവന്മാരെ ചെകുത്താനെ കണ്ട് പേടിച്ച് മറിച്ച് നിന്നു തന്നെ. എന്റെ കർത്താവേ, ഷാജിയേട്ടാ, ഇനി ആ 27 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയാൻ വയ്യടാ. പാപ്പ പിന്നൊരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട്. എന്നാ മോനെ? അതെ, നമ്മുടെ പ്രധാനമന്ത്രി ഇല്ലേ, പുള്ളി 1500 നോട്ടൊക്കെ നിരോധിച്ച്. എന്നാന്ന്? 1500 ഒക്കെ നോട്ടൊക്കെ നിരോധിച്ച്. നോ ഡൈനാമിക് ഡിസിഷൻ. ഈ പൊരിഞ്ഞടിയുടെ ഇടയ്ക്ക് തന്നെ നോട്ട് നിരോധിക്കാൻ അങ്ങേർക്ക് എങ്ങനെ മനസ്സ് വന്നതാവേ? 27 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഒപ്പിക്കണ്ട കർത്താവേ? ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ തള്ളല്ലേ ഇവിടെ ആയിരുന്നോ ഞാൻ? ചത്തുപോയ ചെകുത്താൻ ലാസർ എഴുന്നേറ്റ് വന്ന് പെടലിക്കൊരെണ്ണം കൊടുത്തപ്പോ പാപ്പൻ ശരിക്കും ഞെട്ടി. പക്ഷെ നാട്ടുകാർ മൊത്തം ഞെട്ടിയത് പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചപ്പോഴാണ്. പൈസ ഉണ്ടെന്നേ, കോയില് ഉണ്ട്. ആ അതെ, 500,000 തന്നെ. തന്ത വിളിക്കുന്നു. എടാ, കാശിന്റെ കാര്യം പറയുമ്പോ ഇയാളെ തന്ത 500,000 നോട്ട് നിരോധിച്ച് ആര്? പ്രധാനമന്ത്രി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. കള്ളക്കടത്ത്, ബോംബ് പൊട്ടിക്കല്, ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുമെന്ന് കരുതിയതാ. ഇനി പഴയതുപോലെ തന്നെ കള്ളവാറ്റിന് പോകേണ്ടി വരും. എന്നെ പിന്നെ പോലീസ് അടിച്ചു കൊല്ലും, സത്യം. പ്രഭാകര, എന്തായി? 30 ഷെയർ ബൈ. വേഗം ആയിക്കോട്ടെ, രാത്രി ലോഡ് പോവാനുള്ളതാ. लीगल टेंडर नहीं रहेंगे. പ്രഭാകര ബായ്, സംഗതി കള്ളപ്പണക്കാർക്കുള്ളതാണെങ്കിലും അതിനേക്കാൾ വലിയ അടി കിട്ടിയിരിക്കുന്നത് നമ്മളെപ്പോലുള്ള പാവം കള്ളനോട്ടടിക്കാർക്കല്ലേ? ആമാ. ഈ അടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം വരെ പശുവിനും കൊടുക്കേണ്ട ഒരു ലീശ്വര. ഓ, ബായ്, ആ സുരേഷ് ബായിനെ വിളിക്ക്. അത് വേണോ? വേണം. നമസ്കാരം ബായ്. അകത്തുണ്ട്. എന്റെ പൊന്നു ഷെട്ടി, താൻ എന്തിനാടോ ഈ ടെൻഷൻ അടിക്കുന്നേ? ഈ നോട്ട് നിരോധനം അത്ര വലിയ പണിയൊന്നുമല്ല, അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുമല്ല. അതൊക്കെ കള്ളപ്പണക്കാർക്ക്. യു ആർ മൈ ഫ്രണ്ട് മാൻ. ഇത് തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാ. എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. ട്രസ്റ്റ് മീ. അരെ ക്യാ ബോൾ റേ? മനസ്സിലായില്ല. ഇതാണ് പുതുതായി ഇറങ്ങാൻ പോകുന്ന 2000 രൂപയുടെ നോട്ട്. 2000 നോട്ടോ? ഇതെപ്പോ ഇറങ്ങി? മറ്റന്നാ മുതലേ ഇത് ബാങ്കിൽ പോലും ഇറങ്ങി തുടങ്ങുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പോകുന്ന 1000 രൂപയുടെ നോട്ടാന്ന് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ 10 ദിവസത്തിനുള്ളിൽ ഇറങ്ങുന്നതേ 500 രൂപയുടെ നോട്ടാ. ആരും കണ്ടിട്ടില്ല ആ നോട്ടിന്റെ ഡിസൈൻ. റിസർവ് ബാങ്കിലെ ചുരുക്കം ചിലരും പിന്നെ എന്നെ പോലെ കുറച്ചു പേര് ഒഴികെ. ആ നോട്ട് ഇറങ്ങി ആൾക്കാരുടെ കയ്യിലെത്തുന്ന സമയത്ത് താനും അതേ നോട്ട് അടിച്ച് ഇന്ത്യ ഒട്ടാകെ വിതരണം ചെയ്യടോ. ആൾക്കാർ നല്ലതേതാ കള്ളനേതാന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിനിമം 1000 കോടിയുടെ കള്ളനെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങും, യാതൊരു സംശയവുമില്ലാതെ. അതെ, കാഞ്ഞ ബുദ്ധി, ഉഗ്രൻ ഐഡിയ. പക്ഷെ ആരും കാണാത്ത നോട്ട് ഡിസൈൻ ഇല്ലാതെ ഞാൻ എങ്ങനെ അടിക്കും? തനിക്ക് ഡിസൈൻ ഞാൻ തരുവോടോ, നാളെ തന്നെ. ചുമ്മാതല്ലേ ഈ പരമോന്നത ബാങ്ക് എടുത്ത് ഞാൻ കളിക്കുന്നത്. ഐഡിയ. എന്നാ പിന്നെ 2000 ഒറിജിനൽ ഡിസൈൻ കിട്ടിയ? നോ 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 അധികം ആവേശം കാണിച്ച പിടി വീഴും. 500 മതി. ആ നോട്ടിന്റെ ഡിസൈനുള്ള ഇന്ത്യയിലെ ഏക കള്ളനോട്ട് അടിക്കാരൻ താനായിരിക്കോടോ. ബട്ട് there is one thing. I need cash. $2 million. $2 million? Yes, dollars. ഇന്ത്യൻ മണി വേണ്ട. വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ നിരോധിക്കുന്ന ആർക്കറിയാം? കാശ് കുറച്ച് കൂടുതലാണ്. ബട്ട് ഓക്കെ, ഡീൽ. അതാണ്.